ഫ്ലിപ്കാർട്ടിൽ നമ്മൾ നല്ലോണം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഞാനിന്ന് പരിചയപ്പെടുന്ന ക്രെഡിറ്റ് കാർഡ് ആക്സിസ് ബാങ്കിൻ്റെ ഫ്ലിപ്കാർട്ട് ക്രെഡിറ്റ് കാർഡാണ്. ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ഇതിന് എലിജിബിലിറ്റി വരുന്നതെന്നൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. മെയിനായിട്ട് വരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 5% ഓഫറാണ് നമുക്ക് ഫ്ലിപ്കാർട്ട് വഴിയും ക്ലിയർ ട്രിപ്പ് വഴിയും നമുക്ക് കിട്ടുന്നത്. 4% ഓഫാണ് നമുക്ക് PVR, സ്വിഗ്ഗി, കൾട്ട്ഫിറ്റ്, ഊബർ വഴി നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ 4% ഓഫർ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് 1% ഓഫറാണ് കിട്ടുന്നത്. അതിൽ യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സും ഫ്യൂവൽ പേയ്മെൻറ്റ്സും ഒന്നും ഇൻക്ലൂഡഡ് അല്ല. ബാക്കി പേയ്മെൻറ്റ്സിനൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ആക്ടിവേഷൻ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 600 രൂപ വെർത്തായിട്ടുള്ള വൗച്ചേഴ്സാണ് കിട്ടുന്നത്. 500 രൂപയുടെ ഫ്ലിപ്കാർട്ടിൻ്റെ വൗച്ചറും 100 രൂപയുടെ സ്വിഗ്ഗിയുടെ ഒരു ഓഫർ കോഡും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. ആക്സിസ് ബാങ്കിൻ്റെ ഫ്ലിപ്കാർട്ട് ക്രെഡിറ്റ് കാർഡ് ഒരു ക്യാഷ് ബാക്ക് ബേസ് ക്രെഡിറ്റ് കാർഡാണ്, റിവാർഡ് ബേസ് ക്രെഡിറ്റ് കാർഡ് അല്ല. നമുക്ക് വരുന്ന ക്യാഷ് ബാക്ക് ഒക്കെ നെക്സ്റ്റ് ബില്ലിംഗ് സൈക്കിളിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. 4 കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് ആണ് ഇയർലി ഈ കാർഡിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. പ്രീവിയസ് 3 മന്തിൽ നമ്മൾ 50,000 മേലെ സ്പെൻഡ് ചെയ്താലാണ് നമുക്ക് ഈ കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആക്സിസിൻ്റെ നമ്മൾ 3ാമത്തെ കാർഡാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഈ 3 കാർഡിലും നമുക്ക് കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് എടുക്കണമെങ്കിൽ നമ്മൾ 50,000 മേലെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. 1% ഫ്യൂവൽ സർചാർജ് വേവറും ഈ കാർഡിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിനിമം ട്രാൻസാക്ഷൻ 400 തൊട്ട് 4000 വരെയുള്ള ട്രാൻസാക്ഷനാണ് നമുക്ക് ഫ്യൂവൽ സർചാർജ് വേവർ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മാക്സിമം നമുക്കൊരു മാസം 400 രൂപ വരെയാണ് നമുക്ക് ഇതുവഴി ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ആക്സിസ് ബാങ്കിൻ്റെ ഡൈനിങ് ഡിലൈറ്റ് പ്രോഗ്രാം വഴി നമുക്ക് വെനസ്ഡേ ഡിലൈറ്റ് ഓഫറും കൂടി ഈ കാർഡിന് വരുന്നുണ്ട്. അപ് ടു 15% ഓഫാണ് സെലക്ട് ആയിട്ടുള്ള മെർച്ചൻസിൽ നമുക്ക് വരുന്നത്. 10% ഓഫ് നമുക്ക് സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട് വഴി വെനസ്ഡേ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 10% ഓഫ് അപ് ടു 100 rupees വരെ ടൈറയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആമസോൺ ഫ്രഷിലും നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വെനസ്ഡേ 10% ഓഫ് അപ്ലിക്കബിൾ ആണ്. നമുക്ക് ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി നോക്കാം. മന്ത്ലി 15,000 രൂപയ്ക്ക് മേലെ സാലറി കിട്ടുന്ന ഒരാൾക്ക് ഈ കാർഡിന് അപ്ലൈ ചെയ്യാം. സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ 30,000 രൂപയാണ് പറയുന്നത്. 750 മേലെ സിബിൽ സ്കോർ വേണം. നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററിയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഈ കാർഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി എടുക്കാനായിട്ട് മാക്സിമം നോക്കുക. അതുപോലെ തന്നെ ഫിനാൻസ് റിലേറ്റഡ് കണ്ടന്റ്, ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് കണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.